കഥോലിക്കൽ ഒരു തിരക്കേറിയ നഗരത്തിൽ എമിലി എന്ന ഒരു യുവതി താമസിച്ചിരുന്നു. അവൾ ദയുള്ളവളായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു, ആളുകളുടെ നന്മയിൽ വിശ്വസിച്ചിരുന്നു. അവളുടെ ഉറ്റസുഹൃത്ത് സാറ അവളുടെ വിശ്വസ്തയായിരുന്നു. അവർ ഒരുമിച്ച് നിരവധി അത്ഭുതകരമായ ഓർമ്മകൾ പങ്കിട്ടു. എന്നിരുന്നാലും സാറയുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ എമിലി ശ്രദ്ധിക്കാൻ തുടങ്ങി. സാറ എമിലിയുടെ തിരഞ്ഞെടുപ്പുകളെ വിമർശിക്കാനും അവളുടെ നേട്ടങ്ങളെ ഇകഴ്ത്താനും അവളുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യാനും തുടങ്ങി. അവരുടെ ഇടപെടലുകൾക്ക് ശേഷം എമിലിക്ക് പലപ്പോഴും ക്ഷീണവും ആശയക്കുഴപ്പവും അനുഭവപ്പെട്ടു. അവളുടെ അസ്വസ്ഥതകൾക്കിടയിലും കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ എമിലി സാറയോട് ക്ഷമിച്ചു. ഒരു ദിവസം എമിലി വ്യക്തിഗത വളർച്ചയെക്കുറിച്ചുള്ള ഒരു വർക്ക് ഷോപ്പിൽ പങ്കെടുത്തു. വിഷമയമായ ബന്ധങ്ങളെക്കുറിച്ചും അവ ഒരാളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനെക്കുറിച്ചും സ്പീക്കർ സംസാരിച്ചു. അവൾ ശ്രദ്ധിച്ചപ്പോൾ സാറയുടെ പെരുമാറ്റം ഒരു വ്യക്തിയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്നതായി എമിലി മനസ്സിലാക്കി. ഈ സ്വഭാവവിശേഷങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യപടിയാണെന്ന് അവൾ മനസ്സിലാക്കി. എമിലി സാറയിൽ നിന്ന് അകന്നുപോകാൻ തീരുമാനിച്ചു. അവൾ വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുകയും അവരുടെ ഇടപെടലുകൾ പരിമിതപ്പെടുത്തുകയും ചെയ്തു. അവരുടെ സൗഹൃദത്തെ അവൾ വിലമതിച്ചതിനാൽ അതൊരു വെല്ലുവിളി നിറഞ്ഞ തീരുമാനമായിരുന്നു. നേരിടാൻ എമിലി സ്വയം പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നല്ല സ്വാധീനങ്ങളാൽ സ്വയം ചുറ്റുകയും ചെയ്തു. അവൾ ഒരു ബുക്ക് ക്ലബ്ബിൽ ചേർന്നു, പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കി, അവളെ പിന്തുണയ്ക്കുകയും ഉയർത്തുകയും ചെയ്ത പഴയവരുമായി വീണ്ടും ബന്ധം സ്ഥാപിച്ചു. കാലക്രമേണ അവളുടെ മാനസിക ക്ഷേമത്തിൽ കാര്യമായ പുരോഗതി എമിലി ശ്രദ്ധിച്ചു. അവൾക്ക് ഇനി ഉത്കണ്ഠയോ തളർച്ചയോ തോന്നിയില്ല. വിഷമുള്ള ആളുകളെ തിരിച്ചറിയുകയും അവരുടെ സ്വാധീനം ഒഴിവാക്കുകയും അവളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എമിലി മനസ്സിലാക്കി. അവളുടെ കഥ മറ്റുള്ളവർക്ക് പ്രചോദനത്തിന്റെ ഉറവിടമായി മാറി. സ്വയം അവബോധത്തിന്റെ ശക്തിയും ആരോഗ്യകരമായ ബന്ധങ്ങളുടെ പ്രാധാന്യവും പ്രകടമാക്കി. പ്രസംഗലക്കെട്ട്: വിഷബാധയുള്ള ആളുകളെ തിരിച്ചറിയുക, ഒഴിവാക്കുക, നേരിടുക. മഹതികളെ, മാന്യന്മാരെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വിവിധ ആളുകളെ കണ്ടുമുട്ടുന്നു. അവരിൽ ചിലർ സന്തോഷവും പോസിറ്റിവിറ്റിയും നൽകുന്നു, മറ്റുള്ളവർ നമ്മുടെ ഊർജം ചോർത്തുകയും നമ്മുടെ ക്ഷേമത്തെ ബാധിക്കുകയും ചെയ്തേക്കാം. ഇന്ന് വിഷലിപ്തമായ ആളുകളെ തിരിച്ചറിയുന്നതിനും ഒഴിവാക്കുന്നതിനും നേരിടുന്നതിനും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വിഷബാധയുള്ള ആളുകളെ തിരിച്ചറിയുന്നു. ആരോഗ്യകരവും സംതൃപ്തവുമായ ജീവിതം നിലനിർത്തുന്നതിന് വിഷവ്യക്തികളെ തിരിച്ചറിയുന്നത് നിർണായകമാണ്. സ്ഥിരമായ വിമർശനം, കൃത്രിമത്വം, ഉത്തരവാദിത്തത്തിന്റെ അഭാവം തുടങ്ങിയ സ്വഭാവങ്ങൾ വിഷലിപ്തരായ ആളുകൾ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അവർ നിങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുകയും അനാവശ്യ നാടകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ഈ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് അവ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിയാനും മനസ്സിലാക്കാനും സഹായിക്കുന്നു. വിഷബാധയുള്ള ആളുകളെ ഒഴിവാക്കുക. വിഷസ്വഭാവം തിരിച്ചറിഞ്ഞാൽ അത് ഒഴിവാക്കുക എന്നതാണ് അടുത്ത ഘട്ടം. വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ്. വിഷബാധയുള്ള വ്യക്തികളുമായുള്ള നിങ്ങളുടെ ഇടപെടലുകൾ പരിമിതപ്പെടുത്തുക. ഇല്ലെന്ന് പറയാൻ ഭയപ്പെടരുത്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഉന്നമിപ്പിക്കുകയും ചെയ്യുന്ന പിന്തുണയും പോസിറ്റീവുമായ ആളുകളുമായി നിങ്ങളെ ചുറ്റുക. ഓർക്കുക, നിങ്ങളുടെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകുന്നത്. അതിനെ പ്രതികൂലമായി ബാധിക്കുന്നവരിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്നത് ശരിയാണ്. വിഷബാധയുള്ള ആളുകളുമായി പൊരുത്തപ്പെടുന്നു. ചിലപ്പോൾ വിഷമുള്ള ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് സാധ്യമല്ല, പ്രത്യേകിച്ചും അവർ കുടുംബാംഗങ്ങളോ സഹപ്രവർത്തകരോ ആണെങ്കിൽ. അത്തരം സന്ദർഭങ്ങളിൽ നേരിടാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കേണ്ടത് പ്രധാനമാണ്. സ്വയം പരിചരണം പരിശീലിക്കുക. സുഹൃത്തുക്കളിൽ നിന്നോ തെറാപ്പിസ്റ്റിൽ നിന്നോ പിന്തുണ തേടുക. നിങ്ങളുടെ അതിരുകളിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിഷലിപ്തരായ വ്യക്തികളുമായുള്ള ഇടപെടലുകളിൽ വൈകാരികമായി വേർപിരിയാൻ ശ്രമിക്കുകയും ചെയ്യുക. പ്രവർത്തനത്തിലുള്ള ഈ തത്വങ്ങളുടെ ഉത്തമ ഉദാഹരണമാണ് എമിലിയുടെ കഥ. സാറയുടെ വിഷലിപ്തമായ പെരുമാറ്റം തിരിച്ചറിഞ്ഞ് അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കി സ്വയം പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എമിലിക്ക് അവളുടെ സന്തോഷവും ക്ഷേമവും വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അവളുടെ യാത്ര സ്വയം അവബോധത്തിന്റെ പ്രാധാന്യവും നമ്മുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ശക്തിയും നമ്മെ പഠിപ്പിക്കുന്നു. ഉപസംഹാരമായി, ആരോഗ്യകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിന് വിഷലിപ്തമായ ആളുകളെ തിരിച്ചറിയുകയും ഒഴിവാക്കുകയും നേരിടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിരുകൾ നിശ്ചയിക്കുകയും പോസിറ്റീവ് ബന്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ക്ഷേമം സംരക്ഷിക്കാനും സ്വയം പിന്തുണയ്ക്കുന്നതും പരിപോഷിപ്പിക്കുന്നതുമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയും. നന്ദി. വിഷബാധയുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം? വിഷലിപ്തരായ ആളുകളെ തിരിച്ചറിയുന്നതിൽ നിഷേധാത്മക സ്വാധീനം സൂചിപ്പിക്കുന്ന പ്രത്യേക സ്വഭാവങ്ങളെയും കുറിച്ച് ബോധവാന്മാരാകുന്നത് ഉൾപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ട ചില സാധാരണ അടയാളങ്ങൾ ഇതാ.
നിരന്തരമായ വിമർശനവും നിഷേധാത്മകതയും. വിഷലിപ്തമായ വ്യക്തികൾ പലപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ഇത് നിങ്ങളെ അപര്യാപ്തതയോ കുറ്റബോധമോ ഉണ്ടാക്കുന്നു. മാനിപ്പുലേറ്റീവ് ബിഹേവിയർ. സാഹചര്യങ്ങളെയും ആളുകളെയും അവരുടെ നേട്ടത്തിനായി നിയന്ത്രിക്കാൻ അവർ കൃത്രിമത്വം ഉപയോഗിക്കുന്നു, പലപ്പോഴും കുറ്റബോധത്തിലൂടെയോ നിർബന്ധത്തിലൂടെയോ. ഉത്തരവാദിത്തത്തിന്റെ അഭാവം. വിഷലിപ്തരായ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം അപൂർവമായി ഏറ്റെടുക്കുകയും പലപ്പോഴും അവരുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വൈകാരിക ചൂഷണം. നിങ്ങളുടെ ദയോ സഹാനുഭൂതിയോ ഉപയോഗിച്ച് അവർ നിങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തേക്കാം. നാടകവും സംഘട്ടനവും. അവർ നാടകത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും പലപ്പോഴും സംഘർഷങ്ങളിൽ ഏർപ്പെടുകയും അനാവശ്യ പിരിമുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വിഷബാധയുള്ള ആളുകളെ എങ്ങനെ ഒഴിവാക്കാം? വിഷലിപ്തമായ ആളുകളെ ഒഴിവാക്കുന്നതിന് അതിരുകൾ നിശ്ചയിക്കുകയും നിങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുകയും വേണം. സ്വീകരിക്കേണ്ട നടപടികൾ ഇതാ. വ്യക്തമായ അതിരുകൾ സജ്ജീകരിക്കുക. പ്രയോജനപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ പരിധികൾ വ്യക്തമായി നിർവചിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുക. ഇടപെടലുകൾ പരിമിതപ്പെടുത്തുക. വിഷബാധയുള്ള വ്യക്തികളുമായി നിങ്ങൾ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുക. ആശയവിനിമയങ്ങൾ ചെറുതും പോയിന്റുമായി നിലനിർത്തുക. പോസിറ്റിവിറ്റി ഉപയോഗിച്ച് സ്വയം ചുറ്റുക. നിങ്ങളെ ഉന്നമിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പിന്തുണയും പോസിറ്റീവുമായ ആളുകളുമായി ഇടപഴകുക. ഇല്ല എന്ന് പറയുക. വിഷലിപ്തരായ ആളുകളിൽ നിന്നുള്ള ക്ഷണങ്ങളോ അഭ്യർത്ഥനകളോ നിരസിക്കാൻ ഭയപ്പെടരുത്. നിങ്ങളുടെ സമയവും ഊർജവും സംരക്ഷിക്കുക. ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ തീരുമാനങ്ങളിലും അതിരുകളിലും ഉറച്ചു നിൽക്കുക. അത് തിരിച്ചടിയോ കുറ്റബോധമോ നേരിടേണ്ടി വന്നാലും. വിഷബാധയുള്ള ആളുകളെ എങ്ങനെ നേരിടാം? ചിലപ്പോൾ വിഷമുള്ള ആളുകളെ ഒഴിവാക്കുന്നത് പൂർണ്ണമായും സാധ്യമല്ല, പ്രത്യേകിച്ചും അവർ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ ജോലിസ്ഥലത്തിൻ്റെയോ ഭാഗമാണെങ്കിൽ. അവരെ നേരിടാനുള്ള തന്ത്രങ്ങൾ ഇതാ. സ്വയം പരിചരണം പരിശീലിക്കുക. വ്യായാമം, ഹോബികൾ, റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്നിങ്ങനെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുക. പിന്തുണ തേടുക. നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഒരു തെറാപ്പിസ്റ്റുമായോ സംസാരിക്കുക. അവരുടെ പിന്തുണ വീക്ഷണവും ശക്തിയും പ്രദാനം ചെയ്യും. വേർപിരിഞ്ഞു തുടരുക. ആശയവിനിമയ സമയത്ത് വൈകാരികമായി വേർപിരിയാൻ ശ്രമിക്കുക. അവരുടെ നിഷേധാത്മകത നിങ്ങളുടെ വൈകാരികാവസ്ഥയെ ബാധിക്കരുത്. പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവയുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് പ്രായോഗിക പരിഹാരങ്ങൾ തേടുക. ഡോക്യുമെന്റ് ഇടപെടലുകൾ. ജോലിസ്ഥലത്ത് വിഷസ്വഭാവം സംഭവിക്കുകയാണെങ്കിൽ ഇടപെടലുകളുടെ ഒരു റെക്കോർഡ് സൂക്ഷിക്കുക. നിങ്ങൾക്ക് പെരുമാറ്റം HR അല്ലെങ്കിൽ മാനേജ്മെന്റ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗപ്രദമാകും. വിഷസ്വഭാവങ്ങൾ തിരിച്ചറിയുന്നതിലൂടെയും അതിരുകൾ നിശ്ചയിക്കുന്നതിലൂടെയും കോപ്പിംഗ് തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെയും വിഷലിപ്തമായ വ്യക്തികളുടെ പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം പരിരക്ഷിക്കാം. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.